തിരഞ്ഞെടുപ്പുകൾ ജനാധിപത്യത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു ടൂളാണ്. സർക്കാരിനെ രൂപപ്പെടുത്താനും സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാനും പൗരന്മാർക്ക് ലഭിക്കുന്ന അവസരം കൂടിയാണ് ഇലക്ഷൻ എന്ന് പറയുന്നത്. ശരിക്കും ഒരു ഭരണരീതിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് അധികാരത്തിന്റെ സമാധാനപരമായ ഒരു ചേഞ്ച് തിരഞ്ഞെടുപ്പുകൾ കൊണ്ട് നമുക്ക് ലഭിക്കുന്നു. ഇന്ത്യയുടെ ദേശീയ തിരഞ്ഞെടുപ്പ് 44 ദിവസങ്ങളിലായി ഘട്ടം ഘട്ടമായി നടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് ഇത്രയധികം സമയമെടുക്കുന്നത്? ഒപ്പം ഇലക്ഷൻ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്നും പരിശോധിക്കാം. 2024 ഇലക്ഷൻ ഇന്ത്യൻ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ തിരഞ്ഞെടുപ്പാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രദർശനമാണിത്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം 1951-1952 ഇന്ത്യയുടെ ആദ്യ തിരഞ്ഞെടുപ്പിൽ വോട്ട് പൂർത്തിയാക്കാൻ ഏകദേശം 4 മാസം എടുത്തു. 1980 വെറും 4 ദിവസം മാത്രമാണ് ഇതെടുത്തത്. 2019 ഇത് 39 ദിവസം എടുത്തു. ഈ വർഷത്തെ തിരഞ്ഞെടുപ്പ് ഏറ്റവും ദൈർഘ്യമേറിയ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പാണ്. രജിസ്റ്റർ ചെയ്ത് 970 ദശലക്ഷം വോട്ടർമാർ, ആഗോള ജനസംഖ്യയുടെ 10% വരുന്ന ഇന്ത്യയിലെ വോട്ടർമാരുടെ വലുപ്പം 27 യൂറോപ്യൻ യൂണിയൻ മെമ്പർ സ്റ്റേറ്റ്സിന്റെ മൊത്തം ജനസംഖ്യയേക്കാൾ വലുതാണ്. ഇതിൽ 18 ദശലക്ഷം കന്നി വോട്ടർമാരും ഏകദേശം 197 ദശലക്ഷം തങ്ങളുടെ 20-ൽ ഉള്ളവരുമാണ്. പാർലമെന്റിന്റെ ലോവർ ഹൗസിലേക്ക് 543 നിയമനിർമ്മാതാക്കളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടെടുപ്പ് 7 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളും 8 ഫെഡറൽ പ്രദേശങ്ങളും വ്യത്യസ്ത സമയങ്ങളിൽ വോട്ട് ചെയ്യും. ഓരോ ഘട്ടവും ഒരു ദിവസമാണ്. കേരളത്തിലെ 20 സീറ്റുകൾ, കർണാടകയിൽ 14, രാജസ്ഥാനിൽ 13, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ 8 വീതം, മധ്യപ്രദേശിൽ 7, അസം, ബീഹാർ എന്നിവിടങ്ങളിൽ 3 സീറ്റുകൾ, പശ്ചിമ ബംഗാൾ, ഛത്തീസ്ഗഡ്, ജമ്മു കാശ്മീർ, മണിപ്പൂർ, ത്രിപുര എന്നിവിടങ്ങളിൽ ഓരോന്നും ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വോട്ടെടുപ്പ് നടക്കുകയാണ്. ലോക്സഭയെ ഹൗസ് ഓഫ് പീപ്പിൾ എന്നാണ് വിളിക്കുന്നത്. കാരണം ലോക്സഭാ അംഗങ്ങളെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. ജനസംഖ്യാ അടിസ്ഥാനത്തിലാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും ലോക്സഭാ സീറ്റുകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. 5 വർഷമാണ് ഈ സീറ്റുകളുടെ കാലാവധി. എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് ലോക്സഭയുടെ കാലാവധി 1 വർഷം കൂടി നീട്ടാം. ലോക്സഭയിലെ ആകെ അംഗസംഖ്യ 545 ആണ്. 543 പേരെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് ജനങ്ങളാൽ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും മറ്റ് 2 പേരെ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ നിന്ന് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യുന്നു. 25 വയസ്സ് കഴിഞ്ഞ് ഏതൊരു ഇന്ത്യൻ പൗരനും ലോക്സഭയിലേക്ക് മത്സരിക്കാം. പ്രായപൂർത്തിയായി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. 18 വയസ്സ് തികഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. രഹസ്യ ബാലറ്റ് സമ്പ്രദായത്തിലൂടെയാണ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. വോട്ടെടുപ്പിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് നിയോജക മണ്ഡലങ്ങൾ തീരുമാനിക്കുക എന്നതാണ്. ആർക്കൊക്കെ വോട്ട് ചെയ്യാം, ആർക്കൊക്കെ വോട്ട് ചെയ്യാൻ കഴിയില്ലെന്ന് തീരുമാനിക്കുക എന്നതാണ് അടുത്ത ഘട്ടം. ഈ തീരുമാനം അവസാന ദിവസം വരെ ആർക്കും വിട്ടുകൊടുക്കാനാകില്ല. അടുത്ത ഘട്ടം സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശമാണ്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിക്കുന്ന നിശ്ചിത തീയതിക്കകം ഒരു നാമനിർദ്ദേശ ഫോം പൂരിപ്പിക്കുകയും ഒപ്പം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടയ്ക്കുകയും വേണം. ഇനി തിരഞ്ഞെടുപ്പ് പ്രചരണമാണ്. സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പ്രഖ്യാപിക്കുന്നതിനും പോളിംഗ് തീയതിക്കും ഇടയിലുള്ള 2 ആഴ്ച കാലയളവിലേക്കാണ് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടക്കുന്നത്. ഈ കാലയളവിൽ സ്ഥാനാർത്ഥികൾക്ക് അവരുടെ വോട്ടർമാരെ ബന്ധപ്പെടുകയും രാഷ്ട്രീയ നേതാക്കൾ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ അഭിസംബോധന ചെയ്യുകയും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അനുഭാവികളെ അണിനിരത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. പോളിംഗും വോട്ടെണ്ണലുമാണ് അടുത്ത ഘട്ടം. ഒരു തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം ഇലക്ഷൻ ദിനമാണ്. വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവർക്കും പോളിംഗ് ബൂത്തിൽ പോയി തിരിച്ചറിയൽ പ്രോസസ്സിന് ശേഷം വോട്ട് ചെയ്യാം. മെഷീനിൽ സ്ഥാനാർത്ഥികളുടെ പേരും പാർട്ടി ചിഹ്നങ്ങളും കാണിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ അഥവാ EVMകൾ ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്താം. പോളിംഗ് കഴിഞ്ഞാൽ എല്ലാ EVMകളും സീൽ ചെയ്ത് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റും. ശേഷം ഒരു നിശ്ചിത തീയതിയിൽ ഒരു മണ്ഡലത്തിലെ എല്ലാ EVMകളും തുറന്ന് ഓരോ സ്ഥാനാർത്ഥിയുടെ വോട്ടുകളും എണ്ണുന്നു. ഒരു മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ബുള്ളറ്റിനേക്കാൾ ശക്തമാണ് ബാലറ്റ്. ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. വോട്ടിന്റെ ശക്തിയിൽ വിശ്വസിക്കുക. അതുപോലെ ഭാവിയും നിലനിൽപ്പും സങ്കല്പിച്ച് വോട്ട് ചെയ്യുക.